അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമയം ഇപ്പോൾ 11:40 ഇപ്പോൾ രാവിലെ വണ്ടി എടുത്ത് ഇപ്പോൾ 6 കിലോമീറ്റർ ഓടി. എന്നിട്ടും ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഇന്നും തിരക്ക് കുറവാണ്. പൂജവെപ്പിൻ്റെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. എന്തായാലും 5 കട്ടയുണ്ട്. ഇപ്പോൾ ഏതായാലും ഞാൻ ഒരു ചായയും കുടിച്ച് CNG ഫുൾ ടാങ്ക് അടിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. പഴയ വണ്ടിയാണ്. അപ്പോൾ എവറസ്റ്റ് പീക്കിൻ്റെ ആണ്. വണ്ടിയൊക്കെ പഴയതാണ്. ഏതായാലും ഞാൻ ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, സമയം ഇപ്പോൾ 2:40 ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലാണ്. ഇപ്പോൾ 5 ട്രിപ്പ് കംപ്ലീറ്റ് ആയി. 1120 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇതുവരെ ഓടിയിരിക്കുന്നത്. ഇപ്പോൾ 3 മണിക്കൂറാണ് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ട്രാഫിക് കുറവുണ്ട്. ഇന്ന് പൂജയുടെ ഒക്കെ ആയതുകൊണ്ട്, പൂജവെപ്പൊക്കെ ആയതുകൊണ്ട് ട്രാഫിക് കുറവുണ്ട്. പിന്നെ എയർപോർട്ടിൽ ഇപ്പോൾ നല്ല വണ്ടിയുണ്ട്. 250 വണ്ടി മിച്ചം കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്ന് പുറത്ത് പോയിട്ട് ചായ കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് റൂം വരെ പോയിട്ട് വരാമെന്ന് കരുതി നല്ല എയർപോർട്ടിന് പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പം ഈ എയർപോർട്ടിന് അകത്ത് നമ്മൾ ക്യൂവിൽ കിടന്നാൽ മാത്രമേ നമുക്ക് ഊബർ അങ്ങനെ സാധാരണ അടിക്കത്തുള്ളൂ. അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ അടിക്കാറില്ല. പിന്നെ റാപ്പിഡോയും നമ്മൾ യാത്രയൊക്കെ പുറത്തുനിന്ന് അടിക്കും. പക്ഷേ ഇതിപ്പം 250 വണ്ടി മിച്ചം കിടക്കുന്നത് കൊണ്ട് നമുക്ക് അടിക്കാനായിട്ട് ചാൻസ് കുറവാണ്. എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചെടുത്ത് പോകുന്നത് നമുക്ക് നഷ്ടമാണ്. കാരണം എയർപോർട്ടിൽ നിന്നുള്ള നമുക്ക് ട്രിപ്പ് ഒരു റിട്ടേൺ ട്രിപ്പായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എമൗണ്ട് അതിന് കുറവായിരിക്കും. എമൗണ്ട് നമുക്കൊരു 10 രൂപ 12 രൂപ ആ റേഞ്ചിലെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളൂ. എയർപോർട്ടിലോട്ടുള്ള ട്രിപ്പ് നമുക്ക് ഒരു നോർമൽ റേറ്റിന് നമുക്ക് കിട്ടും. പക്ഷേ എയർപോർട്ടിൽ നിന്ന് നമ്മൾ എടുക്കുമ്പം ഇതാണ്, നമ്മളിപ്പോൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്മാർ നമ്മളെ മൂഞ്ചിക്കും, റേറ്റ് കുറച്ച് തരും. പിന്നെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വലിയ ട്രിപ്പൊക്കെ അല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാശ് കയറും. 500-600 രൂപയുടെയൊക്കെ ട്രിപ്പായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ കാശ് കയറും. സാധാരണ ഞാൻ എയർപോർട്ടിലോട്ട് അങ്ങനെ പോകുമ്പോൾ ട്രിപ്പ് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴോ മാത്രമേ അങ്ങനെ എയർപോർട്ട് ട്രിപ്പ് എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നിപ്പം ഒരു ചെറിയ ട്രിപ്പ് അടിച്ചത്. ഞാൻ റൂമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. റൂമിലേക്ക് ഒരാവശ്യം വന്നപ്പോൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എയർപോർട്ടിലേക്ക് അടിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വന്നത് വെറുതെ ആയി. എയർപോർട്ട് ട്രിപ്പിന് കിട്ടിയത് നമുക്ക് ഒരു വണ്ടിയുടെ വീൽ കപ്പ് പറന്നുപോയി. ഇപ്പോൾ വന്നത് 20 കിലോമീറ്ററാണ് വന്നത്. 20 കിലോമീറ്റർ 15 കിലോമീറ്റർ നമുക്ക് കിട്ടിയത് 230 രൂപ സംതിങ്ങാണ് കിട്ടിയത്. എയർപോർട്ടിലേക്ക് വന്നത് കിട്ടിയത്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അത്രയും ദൂരം നമ്മൾ പിന്നെ തിരിച്ചു പോകണം. എയർപോർട്ടിനകത്ത് തന്നെ ചായ കുടിക്കാൻ പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ നമ്മൾ 7 കിലോമീറ്റർ ഓടണം. ഇതിനൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതാണ് എയർപോർട്ട് റോഡ്. ഏതായാലും നമ്മൾ CNG രാവിലെ അടിച്ചില്ലായിരുന്നു. അപ്പോൾ പമ്പിൽ ഞാൻ ചായ കുടിച്ചിട്ട് വന്നപ്പോഴത്തേനും അവിടെ CNG ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അടിച്ചില്ലായിരുന്നു. ഇപ്പോൾ നമ്മളേതായാലും 78 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവിടെ ഈ എയർപോർട്ടിൻ്റെ അടുത്ത് അങ്ങനെ CNG പമ്പും കാര്യങ്ങളൊന്നുമില്ല. എയർപോർട്ടിൻ്റെ അടുത്ത് നമ്മൾ 10 കിലോമീറ്റർ ദൂരം പോകണം. പിന്നെ അടുത്ത് പുതുതായിട്ടൊരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയത് നോക്കണം CNG അടിക്കാനായിട്ട്. അപ്പോൾ 5 ട്രിപ്പാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അതായത് ചായ എന്തെങ്കിലും കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നെയും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ശരി. ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കഴിക്കാനുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബേഗൂർ അല്ലെങ്കിൽ BK ഹള്ളി എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്.
അപ്പം എയർപോർട്ടിൻ്റെ നമ്മുടെ ഡ്രോപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 7-7.5 കിലോമീറ്റർ ഉണ്ട്. എയർപോർട്ടിനകത്ത് തന്നെ അത്ര കിലോമീറ്റർ നമ്മൾ ഓടണം. 7 അല്ല, 5-6 കിലോമീറ്റർ ഉണ്ട്. ഈ ക്യാമറയൊക്കെ നമ്മൾ നല്ല ഫൈൻ തരുന്നതാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അപ്പം പിടിക്കും ഈ ക്യാമറ. ഇന്ന് ട്രാഫിക് നല്ല കുറവാണെന്ന്. എയർപോർട്ട് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് 1 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ ഏകദേശം 600 രൂപ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ എയർപോർട്ടിൻ്റെ നമുക്ക് പിക്കപ്പിന് ട്രിപ്പ് അടിച്ചിട്ടില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ പോകണം. പുറത്തുനിന്ന് ട്രിപ്പ് അടിക്കും. പുറത്തുനിന്ന് ട്രിപ്പ് അടിച്ചാലും ഇവിടെ എല്ലാം ഏകദേശം നമ്മൾ 15 രൂപ, അതാണ് ഇവിടുത്തെ ഒരു ആവറേജ് പ്രൈസ് വരുന്നത്. കിലോമീറ്ററിന് 15 രൂപ അതാണ് കിട്ടുന്നത്. പിന്നെ പീക്ക് ടൈമിൽ നമുക്ക് 20 രൂപ 30 രൂപ വരെ കിട്ടും. പക്ഷേ ആ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരിക്കും. ഒരു 5 കിലോമീറ്റർ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോലും ചിലപ്പോൾ നമ്മൾ 40 മിനിറ്റ് 50 മിനിറ്റ് എടുക്കേണ്ടി വരും. നാട്ടിലൊക്കെയാണ് നമുക്ക് 20 കിലോമീറ്റർ പോകാൻ മതി, 40 മിനിറ്റ് മതി. ഇവിടെ നമുക്ക് 5 കിലോമീറ്റർ പോകാൻ പോലും ചിലപ്പോൾ നമുക്ക് 40 മിനിറ്റ് എടുക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ട്രാഫിക് വരുമ്പോൾ നമുക്കതിനൊരു 5 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 200 രൂപയൊക്കെ കിട്ടാം. പക്ഷെ അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ കൗണ്ടും അതുപോലെ തന്നെ എമൗണ്ടും ഒക്കെ നമ്മുടെ ഒരു ടാർഗറ്റിനനുസരിച്ച് സെറ്റാകത്തില്ല. വണ്ടി ഏതായാലും അടുത്ത ആഴ്ച സർവീസിന് കൊണ്ടുപോകണം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരാഴ്ച കംപ്ലൈൻറ്റ് ആകരുത് എന്നൊരു പ്രാർത്ഥനയിലാണ്. കാരണം ഈ ആഴ്ച ലീവായതുകൊണ്ട്, പൂജയുടെ ലീവായതുകൊണ്ട് വണ്ടിയൊക്കെ ഒരുപാട് കുറവുണ്ട്. അത്യാവശ്യം നല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയിലാണ്. കൈ കാട്ടി വിളിക്കുന്നത് കണ്ടോ, തൂക്കാനുള്ള തുണി വേണമെന്നാണ് ചോദിക്കുന്നത്. വണ്ടി കഴുകാനായിട്ട് നമ്മുടെ റൂമിൻ്റെ അവിടെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വണ്ടി കഴുകിയിട്ടില്ല. അതുപോലെ കസ്റ്റമേഴ്സൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി ഭയങ്കര ഡേർട്ടിയാണല്ലോ. നമ്മുടെ കേരള റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നൊരു കടയുണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് BK ഹള്ളി. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ചായയും കുടിച്ച് CNG അടിക്കാൻ പറ്റുമെങ്കിൽ CNG അടിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിൻ്റെ സൈഡിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇതാണ് CNG പമ്പ്. അപ്പോൾ ഇനിയും 150 വണ്ടിയും കൂടെ ഉണ്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ 250 വണ്ടിയായിരുന്നു. 100 വണ്ടി പോയി. 150 വണ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു. ആ വണ്ടിയൊക്കെ ആകെ ശോകമാണ്. പോയി എൻജിൻ ലൈറ്റൊക്കെ കത്തിക്കിടക്കുവാണ്. അപ്പോൾ നോക്കട്ടെ. ഈ ഒരു പമ്പ് വന്നത് നന്നായി. ഇത്രയും നാളും ഇങ്ങനെ ഒരു പമ്പ് കൂടി ഇല്ലായിരുന്നു. കാരണം നമ്മൾക്കൊരു 10 കിലോമീറ്റർ പോകണമായിരുന്നു പമ്പ് അടിക്കാനായിട്ട്. ഇപ്പോൾ ഇത് 1 മാസമായതേ ഉള്ളെന്ന് തോന്നുന്നു, 1-2 മാസമായതേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം ഇതേതായാലും നന്നായി. കാരണം നമ്മൾ ക്യൂവിൽ നിന്ന് പുറത്ത് പോകത്തില്ല. നേരത്തെ നമ്മൾ ക്യൂവിൽ നിന്ന് പുറത്ത് പോകുമായിരുന്നു. നമ്മൾ CNG അടിക്കാനായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ ക്യൂവിൽ നിന്ന് പുറത്ത് പോകാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് CNG അടിക്കാം. ഏതായാലും കൊള്ളാതെ നോക്കട്ടെ. തള്ളത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തള്ളത്ത് കിടക്കുവാണെങ്കിൽ അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. T1 നിന്നാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 3:30 ആയി. നമ്മുടെ ഏകദേശം 3/4 മണിക്കൂർ, 2:30ക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തതാണ്. 2:30 ആയപ്പം എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തതാണ്. ഇപ്പോൾ 1 അവർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനിയിപ്പം T1 പോയി കിടക്കണം. കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിപ്പം ട്രിപ്പ് അടിക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റമർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം അതായത് ഇവിടുന്ന് പോകുമ്പം 4 മണിയാകുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ 1.5 മണിക്കൂറാണ് ഈ ഒരു എയർപോർട്ട് ട്രിപ്പ് എടുത്തപ്പം നമുക്ക് വേസ്റ്റ് ആയത്. 1.5 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് ഓടായിരുന്നു. പിന്നെ
ഇന്ന് ട്രാഫിക് കുറവായതുകൊണ്ട് കിട്ടുന്ന ട്രിപ്പ് ഏതായാലും 1 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെ നമ്മുടെ പോയ കാശ് നമുക്ക് പിടിക്കാം. പക്ഷേ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ പകല് കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ, വണ്ടി കൂടുതലുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര നഷ്ടമായിരിക്കും. വണ്ടി ഇല്ലാത്ത സമയത്ത് വേണം നമ്മൾ എയർപോർട്ടിൽ വരാനായിട്ട്, എന്നാലേ നമുക്കിവിടെ റിട്ടേൺ വേഗം അടിക്കത്തുള്ളൂ. ഞാൻ റാപ്പിഡോയും ഓണാക്കി വെച്ചേക്കുമായിരുന്നു, നമ്മയാത്രി ഓണാക്കി വെച്ചേക്കുമായിരുന്നു, എല്ലാം ഓണാക്കി വെച്ചു. പക്ഷേ ട്രിപ്പ് അടിച്ചിട്ടില്ല, ഇന്നലെ ട്രിപ്പ് അടിച്ചില്ല. ഊബറാണ് നമുക്ക്, ഊബറേ ഉള്ളൂ നമുക്ക് ഓടാനായിട്ടുള്ള പെർമിഷനുള്ളൂ. നമ്മൾ ഊബർ മാത്രമേ അങ്ങനെ സാധാരണ ഓടാറുള്ളൂ. ഇനിയിപ്പം ട്രിപ്പ് കിട്ടിയില്ല, ഒരുപാട് ലേറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റു ആപ്ലിക്കേഷൻ എടുക്കാറുള്ളൂ. സ്വന്തം വണ്ടിക്കാരൊക്കെ മാക്സിമം റാപ്പിഡോയും നമ്മയാത്രയൊക്കെയാണ് ഓടുന്നത്. ഊബർ അങ്ങനെ ഇവിടെ അധികം കമ്പനി വണ്ടി മാത്രമേ അങ്ങനെ ഊബർ ഓടാറുള്ളൂ. ഊബറിന് കാശ് കുറവാണ്. ഇപ്പോൾ നമ്മൾ കണ്ട റൈറ്റ് തിരിഞ്ഞാലാണ് നമുക്ക് T2ൻ്റെ പിക്കപ്പ് വരുന്നത്. ഇപ്പോൾ നമ്മൾ T1ൻ്റെ പിക്കപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം അവിടെ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് നോക്കട്ടെ, T1ൽ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും വണ്ടി കിടപ്പുണ്ട്, ഇത്രയും വണ്ടി പോയിട്ട് വേണം നമ്മുടെ വണ്ടി പോകാനായിട്ട്. ഈ കിടക്കുന്നത് നോൺ AC ക്യൂ ആണ്. പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്ന് നോൺ AC ഉണ്ട്. അപ്പോൾ അതേതായാലും നന്നായി. ഇനിയിപ്പോൾ AC ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ചെറിയ എമൗണ്ടിന് കസ്റ്റമർ വന്ന് AC ഇട്ടത് ആകെ നമുക്ക് കിട്ടാൻ പോകുന്നത് 10-20 രൂപയും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതിനവന്മാർ AC ഇട്ട് തരാൻ പറഞ്ഞു. ഇതിലെയാണ് T1 കയറി വരുന്നത്. നോൺ ACക്ക് ആളില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ കിടക്കേണ്ടി വരും, അത് പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നല്ലൊരു കട്ട പോസ്റ്റ് കിട്ടി. അവന്മാർ പുതിയ അപ്ഡേഷനിൽ AC നോൺ AC എന്ന് 2 ക്യൂ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കടിച്ചത് നോൺ AC ക്യൂ ആയിരുന്നു. നോൺ AC ക്യൂവിൽ അവിടെ കടന്നിട്ട് കസ്റ്റമേഴ്സ് വരുന്നില്ല. നമ്മളാകെ പെട്ട് അവിടെ 1/4 മണിക്കൂർ നമ്മൾ അവിടെ പെട്ടു. എന്നിട്ട് അടിച്ചത് കറക്റ്റ് നമ്മൾ ഊബർ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് പിക്കപ്പ് എടുത്ത അതേ സ്ഥലത്ത് തന്നെ അടിച്ചത്. നമുക്ക് അങ്ങോട്ട് പോയപ്പം 250 രൂപ നമുക്ക് 18 കിലോമീറ്ററിന് കിട്ടി. അങ്ങോട്ട് പോയപ്പം കസ്റ്റമർ പേ ചെയ്തത് 340 രൂപ സംതിങ് ആണ് നമുക്ക് കസ്റ്റമർ പേ ചെയ്തത്, ടോളും എല്ലാം കൂടെ കൂട്ടിയിട്ട്. തിരിച്ചു വന്നപ്പോഴാണ് വിറ്റ്. തിരിച്ചു വന്നപ്പം അങ്ങോട്ട് പോയപ്പോൾ നോൺ AC ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ നോൺ AC ആയിരുന്നു. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ഇതേ 18 കിലോമീറ്റർ നമുക്ക് കിട്ടിയത് 160 രൂപയാണ് കിട്ടിയത്. കസ്റ്റമർ പേ ചെയ്ത് എത്ര അറിയാമോ? 545 രൂപ. അപ്പം ഇതാണ് നമുക്ക് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ തിരിച്ച് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ. ഇപ്പോൾ അവിടെ പോയി നല്ല സമയം ഉണ്ടായിരുന്നു, 1 മണിക്കൂറോളം ട്രിപ്പ് അടിച്ചു കഴിഞ്ഞ് പിന്നെയും 1 മണിക്കൂറോളം നമുക്ക് അവിടെ ടൈം ഡിലേ ആയി കസ്റ്റമർ വരാനായിട്ട്. അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് എടുക്കത്തേ ഇല്ല, കാരണം AC നോൺ AC ക്യൂ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് സ്പ്ലിറ്റ് ആകും. നമുക്ക് കിട്ടുന്നതിലേക്ക് നമുക്ക് കസ്റ്റമർ വരാൻ നല്ല ഡിലേ ആകും. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ ഈ നോൺ AC ട്രിപ്പിന് കിട്ടിയ എമൗണ്ട് കണ്ടില്ലേ, 18 കിലോമീറ്റർ 160 രൂപ. അതായത് കിലോമീറ്ററിന് 10 രൂപ പോലും നമുക്ക് നമ്മൾ തന്നിട്ടില്ല. അത് മാത്രമല്ല 545 രൂപ തന്ന്, 545 രൂപ കസ്റ്റമർ പേ ചെയ്തതിന് നമ്മൾ പിന്നെ ഈ 400 രൂപ നമ്മൾ പിന്നെ തിരിച്ച് ഊബറിന് അടയ്ക്കണം. അപ്പോൾ അത് നമ്മുടെ അടുത്ത് ചിലവാകും. പിന്നെ നമ്മൾ അതിനു വേണ്ടി പിന്നെ ഓടേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഇപ്പം എയർപോർട്ട് ട്രിപ്പ് ഇനിയിപ്പം അങ്ങനെ എടുക്കാനായിട്ട് ചാൻസ് ഇല്ല. എയർപോർട്ടിലേക്ക് വീട്ടിൽ പോകുമ്പോൾ എയർപോർട്ടിലേക്ക് എടുത്ത് ക്ലോസ് ചെയ്യാന്നുള്ള പരിപാടി അല്ലാതെ ഇനിയിപ്പം എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുത്ത് ഉണ്ടാക്കാം, സമ്പാദിക്കാം എന്ന് വിചാരിക്കേണ്ട. പിന്നെ റാപ്പിഡോയോ നമ്മയാത്രയൊക്കെ എടുത്ത് പോരുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ അന്നേരം നല്ല കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഒരുപാടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് റാപ്പിഡോയും നമ്മയാത്രയൊക്കെ അടിക്കത്തുള്ളൂ. അവിടെ കിടക്കുന്നവരെല്ലാം ഇനി പോകുന്നവരെല്ലാം റാപ്പിഡോയും നമ്മയാത്ര എടുക്കാൻ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പം എയർപോർട്ട് നമുക്കിപ്പം നല്ല മൂഞ്ചിൽ വന്നിട്ടുണ്ട്. 100 രൂപയുടെ വ്യത്യാസമാണ്. സെയിം ഡിസ്റ്റൻസ്, സെയിം നമ്മുടെ വണ്ടി ഊബർ നോൺ AC. ഇതൊക്കെയാണ് കസ്റ്റമർ നോക്കുമ്പോൾ കസ്റ്റമർ 540 രൂപ കൊടുത്താണ് ഇവിടെ വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് ഡ്രൈവറിന് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 160 രൂപ.
അങ്ങോട്ട് പോകാൻ പിന്നെയും കുഴപ്പമില്ല. അങ്ങോട്ട് പോകാൻ എനിക്ക് 340 രൂപ എന്നുള്ളൂ. 340 രൂപ വന്നതിനകത്ത് 340 അല്ല 360 സംതിങ് വന്നു. ടോൾ 120 രൂപയാണ്. എനിക്ക് അവന് തന്നെ പ്രമോഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ 250 രൂപ കിട്ടി. 90 രൂപയുടെ ഡിഫറൻസ് ആണ്. അപ്പം നമ്മുടെ സമയവും പോയി. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ 2:30 ആയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയതാണ്. ഇപ്പോൾ സമയം 5 മണിയായി. ഈ 2.5-3 മണിക്കൂറിനിടയ്ക്ക് നമുക്ക് ആകെ കിട്ടിയത് 250, 350, 400 രൂപയാണ് നമുക്ക് കിട്ടിയത്. മര്യാദയ്ക്ക് പുറത്തോടുകയാണെന്നുണ്ടെങ്കിൽ 600-700 രൂപയ്ക്ക് ഓടാവുന്ന സമയം കഴിഞ്ഞപ്പോൾ. ഇവിടെ ബാംഗ്ലൂർ സമയത്തിനാണ് ഇമ്പോർട്ടൻസ്. നാട്ടിലെ പോലെ നമുക്ക് ഫ്രീ ടൈം ട്രിപ്പ് കിട്ടുമ്പോൾ ട്രിപ്പ് പോകാനുള്ള പരിപാടിയല്ല. ട്രിപ്പ് ഇവിടെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. സമയത്തിനനുസരിച്ചാണ് ഇവിടെ കാശ് വരുന്നത്. നമ്മുടെ സമയം പോയി. അപ്പം ഇനി ആ സമയത്ത് നമ്മൾ എങ്ങനെ കയറി ഓടാനാണ്? പറഞ്ഞിട്ട് കാര്യമില്ല, പോകാനുള്ളത് പോയി. ഈ അപ്ഡേഷൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വന്നതെന്ന് പറഞ്ഞത്. 2-3 ദിവസമായിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഈ അപ്ഡേഷൻ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ അപരാധവന്മാർ കാണിച്ചത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിലോമീറ്ററിന് 10 രൂപ പോലും ഇല്ലാതെ 9 രൂപയ്ക്കൊക്കെ കിലോമീറ്ററിന് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ പോലെയുള്ള പാവങ്ങളെ ഇങ്ങനെ ഊറ്റാലോ അവർക്ക്. കസ്റ്റമർ നോക്കുമ്പോൾ കസ്റ്റമർ പേ ചെയ്യുന്നുണ്ട്. കസ്റ്റമർ അറിയുന്നില്ലല്ലോ കസ്റ്റമർ ഇത്രയും രൂപ കൊടുത്തത് ഊബറിനാണ്, ഡ്രൈവർക്കല്ല കിട്ടിയെന്ന്. അപ്പോൾ ശരി, ഇപ്പോൾ അടുത്ത ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പം അത് എടുക്കാനായിട്ട് പോവാണ്. സമയം 7 മണിയായി. നല്ല മഴയാണ്. റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ? ഇതിൻ്റെ അകത്ത് നമുക്ക് പിക്കപ്പ് വരുന്നതെല്ലാം ഈ ഇടവഴിക്കകത്താണ്. ആ വഴിക്കകത്തൊന്നും കയറാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ തന്നെ 2 ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തു. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. കസ്റ്റമേഴ്സ് ആണെങ്കിൽ പുറത്തിറങ്ങി വരത്തുമില്ല. കാരണം മഴയായതുകൊണ്ട് അവർക്കിറങ്ങി വരാനും പറ്റത്തില്ല. നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കയറി പോകാനും പറ്റത്തില്ല. അമ്മാതിരി ഊടുവഴിയൊക്കെ ആയിരിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം അലമ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും 9 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. 2000 രൂപയ്ക്കാണ് ഓടിയേക്കുന്നത്. 7 മണിയായി. നമുക്ക് എയർപോർട്ടിൽ പണി കിട്ടിയതാണ് സീനായത്. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു പുതിയ വേറൊരു പിക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അതും ഊടുവഴിയാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം ഈ ഇടവഴിയിലൊക്കെ ഈ ബൈക്കുകാരന്മാരും എല്ലാം വണ്ടി വെച്ചിട്ടങ്ങ് പോകണം. നേരത്തെ നമ്മൾ എത്ര ഹോൺ അടിച്ചിട്ടും അടുത്തവൻ നിൽക്കുവാണ്, അവൻ വണ്ടി മാറ്റി തരത്തില്ല. പിന്നെ നിർത്താതെ ഹോൺ അടിച്ച് അപ്പുറത്തെ കടക്കാരൊക്കെ വന്ന് ചീത്ത വിളിച്ച് അങ്ങനെയാണ് അവൻ വണ്ടി മാറ്റിയത്. മഴയായത് കാരണേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ മൊത്തം വെള്ളത്തിലാണ്. ഏതായാലും നോക്കട്ടെ ഇതിപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം 3 ട്രിപ്പ് ക്യാൻസലായി. 2 ഞാൻ ക്യാൻസൽ ചെയ്തു, 1 കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പം ഇതും കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അക്കൗണ്ട് 15 മിനിറ്റത്തേക്ക് അവന്മാർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നോക്കട്ടെ. ഇത് കയറാൻ പറ്റിയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് തീരെ നിർവാഹമില്ല. കാരണം തീരെ ഇടുങ്ങിയ വഴിയായിരിക്കും. നമ്മളെങ്ങനെ കയറി പോകാനാണ് ഈ വണ്ടി വെച്ചിട്ട്? ബുക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനുള്ള ബോധവും ഇല്ല. ബുക്ക് ചെയ്യുന്നവരെയും പറയാൻ പറ്റത്തില്ല. ഈ മഴയത്തൊക്കെ ആയതുകൊണ്ട്, മഴയത്തല്ലേലും ചിലവന്മാർ അങ്ങനെയാണ് അകത്തുനിന്ന് ബുക്ക് ചെയ്യത്തുള്ളൂ, വണ്ടി കയറി പോകാത്ത പറ്റുള്ളൂ. മഴയായത് കാരണം ഇപ്പം നമുക്ക് മുന്നേ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. മഴയത്ത് അവർ ഇറങ്ങി വരണമല്ലോ. മഴയായത് കാരണം നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. മഴ അല്ലാത്ത സമയത്തും ബുക്ക് ചെയ്യുന്ന ചില നാറികളുണ്ട്. ഉമ്മാർ ഇതിൻ്റെ അകത്ത് അമ്മയുടെ വീടിൻ്റെ അകത്തോട്ട് വരെ വണ്ടി കയറിച്ചിടണം. അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ നോക്കട്ടെ, ഇവിടെ നിന്നൊന്ന് തിരിയണം. ഞാൻ ആ മാപ്പൊന്ന് നോക്കട്ടെ. ശരി. അപ്പോൾ ഗൈസ്, സമയം ഇപ്പോൾ 11:50 ആയിട്ടുണ്ട്. 11:51 ആയിട്ടുണ്ട്. നമ്മുടെ CNG തീരാറായി. അപ്പോൾ ട്രിപ്പ് നിർത്തുവാണ്. നമ്മൾ എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് മെല്ലെ നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് 275 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 15 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. 15 ട്രിപ്പിന് നമുക്ക് കിട്ടിയത് 4100 രൂപയാണ്. അപ്പോൾ അതിനകത്ത് 12 മണിക്കൂർ ലോഗിനുണ്ട്. അതേപോലെ തന്നെ 9 മണിക്കൂറും 33 മിനിറ്റും നമ്മുടെ
ആക്റ്റീവ് റണ്ണിങ് ടൈമാണ്. അപ്പോൾ നമുക്കിന്ന് എയർപോർട്ടിൽ ഒരു തേപ്പ് കിട്ടി. എയർപോർട്ടിൽ നമ്മൾ 2.5 മണിക്കൂർ നമ്മളങ്ങനെ പോയി എയർപോർട്ടിൽ. അപ്പോൾ അല്ലായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചും കൂടെ ഓടായിരുന്നു. കാരണം ഇന്ന് വണ്ടി കുറവായിരുന്നു, ട്രാഫിക് കുറവായിരുന്നു, അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും വീട്ടിലോട്ട് പോവാണ്. ഇനി 4000 രൂപയ്ക്ക് ഓടിയെന്ന് പറഞ്ഞാലും ഇന്നലെ നമ്മൾ 4000 രൂപയ്ക്ക് ഓടി, 4030 രൂപയ്ക്ക് ഓടിയായിരുന്നു. 4060 രൂപയ്ക്ക് ഇന്നലെ ഓടിയായിരുന്നു. ഇന്ന് 4130 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞത് 4060 രൂപയ്ക്ക് ഓടിയിട്ട് ഊബർ നമ്മുടെ ഇന്നലെ 560 രൂപ കമ്മീഷൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തേനും നമ്മൾ ഇന്നലത്തെ ഏർണിങ്സ് കാണിക്കുന്നത് 3460 രൂപ സംതിങ് ആണ് നമ്മുടെ ഇന്നലത്തെ ഏർണിങ്സ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടുന്നതൊക്കെ ഊബർ ഇങ്ങനെ പിടിക്കുവാണ്. ഒരു പുതിയ കാർഡും കൂപ്പണും ഒക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും കമ്മീഷനും കാര്യങ്ങളും ഒക്കെ അവർ പിടിക്കും. ഇപ്പോൾ ഏതായാലും റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ 275 കിലോമീറ്റർ ആയിട്ടുണ്ട് ഇന്ന് ഓടിയത്. അപ്പോൾ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ശരി, എയർപോർട്ട് അടിച്ചു കഴിഞ്ഞാൽ എയർപോർട്ട് അടിച്ചിട്ട് പോകും. എയർപോർട്ട് ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് അടിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ലീവ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എയർപോർട്ടിൻ്റെ അടി കുറവാണ്. ബാക്കിയുള്ള അടിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എയർപോർട്ടിലേക്ക് എനിക്ക് പോകേണ്ടിടത്തോട്ട് അങ്ങനെ അടിക്കുന്നില്ല. അപ്പം ഏതായാലും ശരി, കാണാം.